Hi everyone, welcome back to English EduHub. We are going through the chapter Art, Truth and Politics, and definitely this is the fourth part of this chapter. For a quick reminder, this chapter is the virtual speech or recorded speech of Harold Pinter when he received Nobel Prize. In this essay or speech, he discusses about the position of art in society, how reality is interpreted art, how art is interpreted by political theater, how a citizen should see the reality across the world, how we should act as responsible citizens, and he also mentions as a part of this how US acted across the world as so-called world leader. How did they use the tag of world leader to exploit the people across the world? Now, we begin from where we stopped. We were discussing about the Nicaragua state, which was controlled by the state of Contras in the Central America, and US supported the state of Contras. നിക്കാർഗുവ സ്റ്റേറ്റിന് സെൻട്രൽ അമേരിക്കൻ സ്റ്റേറ്റായ നിക്കാർഗുവ സ്റ്റേറ്റിന് സ്റ്റേറ്റ് ഓഫ് കോൺട്രാസ് കൺട്രോൾ ചെയ്തതും അവരെ കീഴ്പ്പെടുത്തിയതുമൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആൻഡ് യു നോ അമേരിക്ക സപ്പോർട്ടഡ് all the kind of violence inflicted by Contras on Nicaragua. The US supported the brutal Somoza dictatorship in Nicaragua for over 40 years. You know, നിക്കാഗുവ സ്റ്റേറ്റിൻ്റെ മേലെ കോൺട്രാസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഇൻഫ്ലിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഓൾ കൈൻഡ് ഓഫ് വയലൻസിനെയും US സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത്. ആൻഡ് സ്റ്റേറ്റ് ഓഫ് കോൺട്രാസിൻ്റെ ലീഡറായിരുന്നു സൊമോസയുടെ ബ്രൂട്ടൽ ഡിക്റ്റേറ്റർഷിപ്പാണ് നിക്കാഗുവയിൽ പിന്നീട് നമ്മൾ കണ്ടത്. The US supported the brutal Somoza dictatorship in Nicaragua for over 40 years. And you know, at almost 40 years, Somoza dictatorship, brutal Somoza dictatorship ആണ് നിക്കാർഗുവയിൽ കോൺട്രാസ് കാഴ്ചവെച്ചത്. അതിനെ US സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ആൻഡ് യു നോ ഇറ്റ്സ് ഓൾമോസ്റ്റ് 40 years. ഏതാണ്ട് 40 വർഷത്തോളം ബ്രൂട്ടൽ ഡിക്റ്റേറ്റർഷിപ്പ് നിക്കാഗുവയിലുണ്ടായിരുന്നു. ബട്ട് യു നോ, ഇൻ ദ ഇയർ 1979, Nicaraguan people overthrew this people after a breathtaking popular revolution led by Sandinista Libertad Front. After a long period, they achieved freedom under the leadership of Sandinista. നിക്കാഗുവയിലുണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിരുന്നു സാൻഡിനിസ്റ്റ ലിബറത് ഫ്രണ്ട്. അവരുടെ ലീഡർഷിപ്പിൽ, അവരുടെ നേതൃത്വത്തിൽ 1979 ഒരു വിപ്ലവം, ഒരു റെവല്യൂഷൻ, ഒരു ഫൈറ്റ് ഉണ്ടാവുകയും നിക്കാഗുവൻ പീപ്പിൾ അവരുടെ ലൈഫ് തിരിച്ചു പിടിക്കുകയും ചെയ്തു. അവരുടെ രാജ്യം, അവരുടെ സ്റ്റേറ്റിനെ തിരിച്ചു പിടിക്കുകയും ചെയ്തു. After a long period, they achieved freedom under the leadership of Sandinista. And these Sandinista Libertad Front started to rule Nicaragua. We can't say the Sandinistas were perfect because they were arrogant and their political philosophy contained contradictions. ഈ സാൻഡിനിസ്റ്റ വളരെ പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. Because they were arrogant and their political philosophy contained so many contradictions. ഒരുപാട് പരസ്പര വിരുദ്ധങ്ങളായ, വൈരുദ്ധ്യത്തോടു കൂടിയുള്ള പൊളിറ്റിക്കൽ ഫിലോസഫിയാണ് അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെർഫെക്റ്റ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. There were a lot of problems, but the Nicaraguan people accepted them as they were intelligent, rational and civilized. നിക്കാഗുവൻ പീപ്പിൾ അവരെ ആക്സെപ്റ്റ് ചെയ്തു. എന്തുകൊണ്ടാണ്? അവരുടെ പൊളിറ്റിക്കൽ ഫിലോസഫി ഒരുപാട് പെർഫെക്റ്റ് ആയിരുന്നില്ല എങ്കിൽ പോലും ദേ വർ സോ ഇൻ്റലിജൻറ്റ്, റാഷണൽ ആൻഡ് സിവിലൈസ്ഡ്. അതുകൊണ്ട് തന്നെ അവർ സാൻഡിനിസ്റ്റയെ ആക്സെപ്റ്റ് ചെയ്തു. ആൻഡ് യു നോ, ദേ എസ്റ്റാബ്ലിഷ്ഡ് എ സ്റ്റേബിൾ, ഡീസൻറ്റ്, പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി. ഈ സാൻഡിനിസ്റ്റ
പാർട്ടി അവർക്ക് കൺട്രോൾ കിട്ടിയപ്പോൾ എന്താണ് നിക്കാഗോയിൽ സംഭവിച്ചത്? അവരവിടെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള, വളരെ ഡീസൻ്റ് ആയിട്ടുള്ള, പ്ലൂറലിസ്റ്റിക്, എല്ലാവരെയും ഒരേപോലെ ആക്സെപ്റ്റ് ചെയ്യുന്ന, എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സൊസൈറ്റി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ദേ എസ്റ്റാബ്ലിഷ്ഡ് എ സ്റ്റേബിൾ, ഡീസൻറ്റ്, പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി. പിന്നെയും അവരെന്തൊക്കെയോ ചെയ്തു. ദേ എബോളിഷ്ഡ് ഡെത്ത് പെനാൽറ്റി. ദാറ്റ് ഈസ്, ആ ഒരു സ്ഥലത്ത് എന്ത് ക്രൈം ചെയ്താലും ഡെത്ത് പെനാൽറ്റി ഉണ്ടായിരുന്നു. അത് സാൻഡിനിസ്റ്റ് എടുത്തു കളഞ്ഞു. ദേ എബോളിഷ്ഡ് ഡെത്ത് പെനാൽറ്റി. Then there were a lot of peasants were poverty stricken. That is, അവിടെയുള്ള പെസൻസ് ഒക്കെ വളരെ കഷ്ടപ്പാടിൽ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു. So they gave land for 100,000 families and supported the peasants. They built 2,000 schools. അവിടെ ഇല്ലിറ്ററസി റേറ്റ് ഒരുപാട് കൂടുതലായിരുന്നു കോൺട്രാസ് ഭരിച്ചിരുന്ന സമയത്ത്. എന്നാൽ ഇപ്പോൾ അവർ ഏതാണ്ട് 2000-ഓളം സ്കൂളുകൾ നിർമ്മിച്ചു. ത്രൂ ദിസ് ഇല്ലിറ്ററസി റേറ്റ് റെഡ്യൂസ്ഡ് ടു 1/7. ദെൻ ഫ്രീ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സർവീസ് വർ ഗിവൺ. ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി വാസ് റെഡ്യൂസ്ഡ് ബൈ 1/3. ഇതിനു മുമ്പുണ്ടായിരുന്ന കുട്ടികളുടെ മരണം, ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി, അതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നതിനേക്കാളും 1/3 മാത്രമായിട്ട് ചുരുങ്ങി. പോളിയോ വാസ് ഇറാഡിക്കേറ്റഡ്. ഇങ്ങനെ ഒരുപാട് കറപ്ഷൻസ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നെങ്കിൽ പോലും ദേ ഡെവലപ്ഡ് ഓൾ ദീസ് ആസ്പെക്ട്സ് ആൻഡ് ഹെൻസ് ദ നിക്കാഗോവൻ പീപ്പിൾ സപ്പോർട്ടഡ് ദം. കോൺട്രാസ് അവിടെ നിന്ന് പോയതിന് ശേഷം ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് സാൻഡിനിസ്റ്റ് അവിടെ കൊണ്ടുവന്നു. ദാറ്റ്സ് വൈ നിക്കാഗോവൻ പീപ്പിൾ സപ്പോർട്ടഡ് ദം. ബട്ട് വാട്ട് ഡിഡ് ഹാപ്പൻ ദെൻ? കുറച്ച് വർഷങ്ങൾ ഇങ്ങനെ വളരെ നല്ല രീതിയിൽ ഡെവലപ്ഡായിട്ട് അവിടെയുള്ള ജനങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയി. ബട്ട് ആഫ്റ്റർ സം ഇയേഴ്സ് ദ US brought down the Sandinista government. Unfortunately, after some years, America pulled down the Sandinista government. കുറച്ച് വർഷങ്ങൾ മാത്രമേ ഈ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ലൈഫ് അവിടെ നിലനിന്നുള്ളൂ. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അമേരിക്ക വീണ്ടും സാൻഡിനിസ്റ്റയെ അവിടെ നിന്ന് ഓടിക്കുന്നു, വീണ്ടും കോൺട്രാസിനെ തിരിച്ചു വിളിക്കുന്നു. ദേ ഡിഡ് റെസിസ്റ്റ് എ ലോട്ട് ബട്ട് വർ എക്സോസ്റ്റഡ് ആൻഡ് പോവർട്ടി സ്ട്രിക്കൺ വൺസ് അഗെയിൻ. കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടുന്നത് വരെ സാൻഡിനിസ്റ്റയുടെ നേതൃത്വത്തിൽ നിക്കാഗുവൻസ് ട്രൈഡ് ടു ഡിഫെൻഡ്. ബട്ട് unfortunately, state of Contras returned to the country. They came back and started ruling. ഒരുപാട് കഷ്ടപ്പെട്ട് കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടുന്നത് വരെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. Unfortunately, state of Contras returned to the country and they came back and started to rule. And what happened then? Health and education were not free now. അതുവരെ ഹെൽത്തും എഡ്യൂക്കേഷനുമെല്ലാം പ്രൈമറി ആയിട്ടുള്ള എല്ലാ ആസ്പെക്ട്സും, എല്ലാ കാര്യങ്ങളും അവിടെയുള്ള ജനങ്ങൾക്ക് ഫ്രീ ആയിരുന്നു. എല്ലാ ഫെസിലിറ്റീസും സാൻഡിനിസ്റ്റ ഉണ്ടാക്കിയിരുന്നു. ബട്ട് നൗ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ വർ നോട്ട് ഫ്രീ. ദേ ലോസ്റ്റ് ഓൾ ദ കൈൻഡ് ഓഫ് ഹെൽത്ത് സെറ്റപ്പ് ദേ ബിൽറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ്. ആൻഡ് ദിസ് പ്ലേസ്, ദിസ് നിക്കാഗുവൻ പ്ലേസ് വാസ് എ സ്റ്റേറ്റ് ഓഫ് വെഞ്ചിയൻസ് നൗ എന്നാണ് ഓതർ പറയുന്നത്. ആളുകൾക്ക് വെഞ്ചിയൻസ് തീർക്കാനുള്ള, വിദ്വേഷം തീർക്കാനുള്ള ഒരു സ്ഥലം മാത്രമായിട്ട് നിക്കാഗുവ മാറിപ്പോയി. ബിഗ് ബിസിനസ്സൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു സ്ഥലം മാത്രമായിട്ട്, ജനങ്ങളുടെ ജീവിതത്തിനോ ആവശ്യങ്ങൾക്കോ അവരുടെ വികാരത്തിനോ വിചാരത്തിനോ ഒന്നും യാതൊരു തരത്തിലുള്ള കൺസിഡറേഷനും കൊടുക്കാതെ വെഞ്ചിയൻസ് തീർക്കാൻ മാത്രമുള്ള, ആളുകളുടെ ബിസിനസ് വളർത്താനുള്ള ഒരു സ്ഥലം മാത്രമായിട്ട് നിക്കാഗുവൻ പ്ലേസ് മാറിപ്പോയി. And then US very frankly stated that democracy had prevailed. All their policies had to be accepted and supported. വളരെ ഫ്ലറിഷ്ഡ് ആയിരുന്ന ഒരു സ്റ്റേറ്റിനെ അവിടെ കയറി അറ്റാക്ക് ചെയ്ത് അവർക്കുണ്ടായിരുന്ന എല്ലാ ഫെസിലിറ്റീസിനെയും എടുത്തു കളഞ്ഞ് ആ രാജ്യത്തിനെ, ആ ഒരു പ്ലേസിനെ, ആ ഒരു സ്റ്റേറ്റിനെ ഒന്നുമല്ലാതാക്കി മാറ്റിയ ശേഷം ഞങ്ങൾ ഡെമോക്രസി പ്രിവെയിൽ ചെയ്തു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്?
Definitely, Sandinistas had dictatorship ruling, but they really did something for the growth of this state or the growth of the country. You know, നമ്മൾ പറഞ്ഞു സാൻഡിനിസ്റ്റയുടെ ഡിക്റ്റേറ്റർഷിപ്പ് റൂളിംഗ് ആയിരുന്നു. അവരുടെ പൊളിറ്റിക്കൽ ഫിലോസഫിയൊക്കെ വളരെ കോൺട്രഡിക്ഷൻ നിറഞ്ഞതായിരുന്നു. എങ്കിൽ പോലും ദേ റിയലി ഡിഡ് സംതിങ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ദി കൺട്രി. അതുകൊണ്ടാണ് ജനങ്ങൾ സാൻഡിനിസ്റ്റയുടെ കൂടെ നിന്നത്. എന്നാൽ യു എസ് ചെയ്തതെന്താ? കോൺട്രാസിനെ തിരികെ കൊണ്ടുവന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ പ്രൈമറി ഫെസിലിറ്റീസിനെയും അവരില്ലാതെയാക്കി. എന്നിട്ട് അവരുടെ റൂളിനെ, അവരുടെ പോളിസിയെല്ലാം ആക്സെപ്റ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം എന്നുള്ള ഒരു വാർണിംഗ്, എന്നുള്ള ഒരു പോളിസി അവർ പുറത്തിറക്കി. അതിൽ ആർക്കും ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ഓൾ ദെയർ പോളിസീസ് ഹാഡ് ടു ബി അക്സെപ്റ്റഡ് ആൻഡ് സപ്പോർട്ടഡ്. ഇങ്ങനെ സാൻഡിനിസ്റ്റെ പിടിച്ച് താഴെ ഇട്ടിട്ട് അവർ കൊടുത്തതുപോലെ ഈക്വലായിട്ടുള്ള ഫെസിലിറ്റീസ്, അല്ലെങ്കിൽ മോർ ദാൻ ദ ഡെവലപ്മെൻറ്റ്, അവർ കൊടുത്തതിനേക്കാളും കൂടുതലുള്ള ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നിട്ടാണ് അമേരിക്ക ഇത് പറയുന്നതെങ്കിൽ അതിലൊരർത്ഥമുണ്ട്. എന്നാൽ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഡെമോക്രസി പ്രിവെയിൽഡ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഐറണി, ദാറ്റ് ഇസ് മലയാളത്തിൽ പറയുമ്പോൾ വിരോധാഭാസം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. കോൺട്രാസ്റ്റ് വേഴ്സസ് നിക്കാഗുവ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ദ സെയിം വാസ് ഡൺ ത്രൂ ഔട്ട് ദ വേൾഡ്. ദേ ഹാവ് സപ്പോർട്ടഡ് എവ്രി നേഷൻ വിച്ച് സ്റ്റുഡ് ഫോർ ദെയർ സൈഡ്. ലോകത്തിന് മുഴുവൻ അറിയാവുന്നൊരു സത്യമാണത്. അവരുടെ കൂടെ, അമേരിക്കയുടെ സൈഡ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ മാത്രമാണ് അവർ സപ്പോർട്ട് ചെയ്തത്. അമേരിക്ക ഹാവ് സപ്പോർട്ടഡ് എവ്രി നേഷൻ വിച്ച് സ്റ്റുഡ് ഫോർ ദെയർ സൈഡ്, ദെയർ നീഡ്സ്. ഇറ്റ് നെവർ എൻഡഡ്. വൺസ് യു എസ് became the leading power, then controlling policy never ended. US always supported the right-wing military dictatorship in the world after World War II. നമുക്കെല്ലാം അറിയാവുന്ന പരമാർത്ഥമാണിത്. വേൾഡ് വാർ സെക്കൻഡിന് ശേഷം അമേരിക്ക സപ്പോർട്ട് ചെയ്തത്, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത് റൈറ്റ് വിങ് മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പിനെ മാത്രമാണ്. എന്നിട്ട് അവരെന്താ പറയുന്നത്? ദോ ദേ വർ സെയിങ് ദാറ്റ് ദേ വർ ട്രൈയിങ് ടു എസ്റ്റാബ്ലിഷ് ഡെമോക്രസി, ട്രൈയിങ് ടു മേക്ക് ദ പീപ്പിൾ, ട്രൈയിങ് ടു മേക്ക് ദ കൺട്രി വെരി ഫ്രീ എന്നൊക്കെ അവർ പറയുന്നു. ഡെമോക്രസി പ്രിവെയിൽ ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്, രാജ്യത്തിനും ജനങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾക്കുമെല്ലാം സ്വാതന്ത്ര്യം കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എങ്കിൽ പോലും അമേരിക്ക ഓൾവേസ് സപ്പോർട്ടഡ് ദ റൈറ്റ് വിങ് മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് ഇൻ ദ വേൾഡ് ആഫ്റ്റർ വേൾഡ് വാർ സെക്കൻഡ്. Here take the case of Indonesia, Greece, Uruguay, Brazil, Haiti, the Philippines and Chile. ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളുടെ കേസസ് ഒക്കെ എടുത്ത് നോക്കിയാലും ഇവർ ചെയ്യുന്നത് ഒരേ കാര്യം തന്നെയാണ്. The horror won by US on Chile in 1973 can never be forgotten. 1973 ചിലിയോട് ചെയ്ത ക്രൂരതകളൊന്നും നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്തയാ. They controlled very cruelly. Thousands of deaths took place throughout these countries and they are to be attributed to US foreign policy. ഈ രാജ്യങ്ങളിലൊക്കെ ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു. അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, US-ൻ്റെ ഫോറിൻ പോളിസിക്കനുസരിച്ച് ഓരോ രാജ്യത്തിനെയും അവരവരുടെ വരുതിയിലാക്കിയെങ്കിലും the people are to be attributed US foreign policy. ഓക്കെ, ഇങ്ങനെ ഒരു സിംഗിൾ കൺട്രിക്ക് മറ്റൊരു കൺട്രി അല്ലെങ്കിൽ മറ്റുള്ള കൺട്രീസിനെ അറ്റാക്ക് ചെയ്യാനും അവരെ കീഴ്പ്പെടുത്തി വെക്കാനും ഒക്കെ എന്ത് റൈറ്റാണുള്ളത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. They controlled all of these countries and many more not in a positive way എന്നുള്ളതാണ് വളരെ സത്യമായൊരു കാര്യം. ഇറ്റ്സ് എ ഫാക്റ്റ്. ഒരിക്കലും ഒരു പോസിറ്റീവ് വേയിലായിരുന്നില്ല അവർ കൺട്രീസിനെല്ലാം അടക്കി പിടിച്ചത്. നെഗറ്റീവായിട്ട് മാത്രമായിരുന്നു. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയും അതേസമയം ആ കൺട്രിയെ ഒന്നുമല്ലാതാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഫോറിൻ പോളിസി. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമോ എന്തെങ്കിലും സംഭവിച്ചോ? ഇറ്റ് വാസ് ആസ് ഇഫ് നത്തിങ് ഹാപ്പൻഡ് ഈവൻ വൈൽ തിങ്സ് ഹാപ്പൻഡ്.
It was as if nothing happened even while things happened. ഇതൊക്കെ സംഭവിച്ചെങ്കിലും ഒന്നും സംഭവിക്കാത്തതുപോലെയാണ് ലോകരാജ്യങ്ങൾ ഇടപെട്ടതും പെരുമാറിയതുമെല്ലാം. ഇറ്റ് ഡിഡൻ മാറ്റർ, അതൊന്നും ഒരു കാര്യമേ ആയിരുന്നില്ല മറ്റുള്ളവർക്ക്. ഇറ്റ് ഗോട്ട് ഓൺലി എ ലിറ്റിൽ മീഡിയ കവറേജ് ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് എ സിംഗിൾ ഡിസ്ട്രക്ഷൻ. ഒരു സിംഗിൾ ഡിസ്ട്രക്ഷൻ ആയിരുന്നില്ല. പതുക്കെ പതുക്കെ സ്ലോ പോയിസൺ കൊടുക്കുന്നത് പോലെയുള്ള ഡിസ്ട്രക്ഷനാണ് അമേരിക്ക കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ തരത്തിലുള്ള ചെറിയ തോതിലുള്ള മീഡിയ കവറേജ് മാത്രമേ ഇതിന് കിട്ടിയിരുന്നുള്ളൂ എന്നുള്ളതാണ്. ദോ ക്രൈം കണ്ടക്റ്റഡ് ബൈ US was highly systematic, vicious, constant and remorseless, no one talks about it. അമേരിക്ക കൊണ്ടുവന്നിരുന്ന ക്രൂവൽ റൂൾ അല്ലെങ്കിൽ അവർ ചെയ്തു വന്നിരുന്ന ക്രൈംസ് വളരെ സിസ്റ്റമാറ്റിക് ആയിരുന്നെങ്കിലും വിഷിയസ് എന്ന് പറഞ്ഞാൽ പ്ലാൻഡ് പോയ്സൺസ് ആയിരുന്നെങ്കിലും വളരെ കോൺസ്റ്റൻ്റ് ആൻഡ് റിമോഴ്സ്ലെസ്, ഒരു റിഗ്രഷനും അവർക്കുണ്ടായിരുന്നില്ല എങ്കിൽ പോലും നോ വൺ ടോക്സ് അബൌട്ട് ഇറ്റ്. ഒരാൾ പോലും അതിനെതിരെ സംസാരിച്ചില്ല. അവർ ചെയ്ത ക്രൂരതകൾ അവർ ഫ്രീഡം ഉണ്ടാക്കാനാണ്, ജനങ്ങളെ ഫ്രീ ആക്കാനാണ്, രാജ്യത്തിൻ്റെ പുരോഗതിക്കാണ്, സ്റ്റേറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് എന്നൊക്കെ വാദിച്ചെങ്കിലും ശരിക്കും സംഭവിച്ചത് ആ രാജ്യത്തിനെ അല്ലെങ്കിൽ ആ സ്റ്റേറ്റിനെ ഒന്നുമല്ലാതാക്കി മാറ്റുക, വളരെ ഫ്ലറിഷ്ഡ് ആയിരുന്ന സ്റ്റേറ്റിൽ നിന്നും ഒന്നുമല്ലാതാക്കി മാറ്റുക എന്നുള്ള പ്രോസസ്സാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ടും അവർക്കെതിരെ, അമേരിക്കയ്ക്കെതിരെ ആരും ഒരക്ഷരം പോലും മിണ്ടാൻ തയ്യാറായില്ല. ഇതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് കൊടുക്കണം? യു ഹാവ് ടു ഗിവ് ദ ക്രെഡിറ്റ് ഓഫ് ദിസ് ടു അമേരിക്ക ഇറ്റ്സെൽഫ്. They are able to create this kind of image and they are strong. This is the very reason. ഇങ്ങനെയൊക്കെ ക്രൂവലായിട്ടുള്ള കാര്യങ്ങൾ അമേരിക്ക ചെയ്തെങ്കിലും ലോകരാജ്യങ്ങൾക്കിടയിൽ അവർ സ്ട്രോങ് ആണ് എന്നുള്ള ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. They are able to create this kind of image and they are strong enough. It has to exercise a clinical manipulation of power worldwide while having a mask of universal good. അവരെപ്പോഴും വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ടെക്നിക്കൽ എക്സിക്യൂഷൻ ഓഫ് പവറാണ് നടത്തിയത്. എങ്കിലും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അവരുടെ മാസ്ക്, അവരുടെ മുഖംമൂടി എന്തായിരുന്നു? യൂണിവേഴ്സൽ ഗുഡ്, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇവർ നിലകൊള്ളുന്നത് എന്നുള്ളൊരു മാസ്ക്. ആട്ടിൻ തോലിട്ട ചെന്നായി എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം. ആ ഒരു പ്രയോഗം ഇവിടെ യോജിച്ചതാണ്. ഇറ്റ് ഹാസ് ടു എക്സസൈസ് എ ക്ലിനിക്കൽ മാനിപ്പുലേഷൻ ഓഫ് പവർ വേൾഡ് വൈഡ് വൈൽ ഹാവിങ് എ മാസ്ക് ഓഫ് യൂണിവേഴ്സൽ ഗുഡ്. ആൻഡ് യു നോ ഇറ്റ്സ് എ ബ്രില്യൻറ്റ് ആക്ട് ഓഫ് ഹിപ്നോസിസ് ആൻഡ് ദേ വർ സക്സസ്ഫുൾ ഇൻ ഇറ്റ്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഹിപ്നോസിസ് ആക്ഷൻ ആയിരുന്നു ഇതെന്നാണ് ഓത്തർ പറയുന്നത്. ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ മയക്കുക. ലോകരാജ്യങ്ങളെ മുഴുവനും ബ്രില്യൻ്റ് ആയിട്ട് മയക്കി കിടത്തിയതാണ് അമേരിക്ക. ആൻഡ് ദേ വർ സക്സസ്ഫുൾ ഇൻ ഇറ്റ്. അവരതിൽ വിജയിക്കുകയും ചെയ്തു. Here the author questions our moral sensibility and conscience. Are we responsible? We have lost the conscience of shared responsibility for others. നമ്മുടെ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഓത്തർ പറയുന്നത്. ഷെയർഡ് റെസ്പോൺസിബിലിറ്റി മീൻസ് റിയാക്ഷൻ അഗെയിൻസ്റ്റ് എ ക്രൈം. നമ്മൾ ചെയ്യുന്നതിന് മാത്രമല്ല, നമുക്ക് പുറത്തുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യത്ത്, മറ്റുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ, അവിടെ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ, അവിടെ തെറ്റായ കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ റിയാക്ട് ചെയ്യുന്നതിനെയാണ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് വി ഹാവ് ടു റിയാക്ട് വെൻ സംതിങ് റോങ് ഇൻ ദ വേൾഡ്. Where is our shared responsibility? Do we react properly when something wrong happened? നമ്മൾ ഒരിക്കലും ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. ഗോണ്ടനാമോയുടെ കേസിലൊക്കെ നമുക്കറിയാം, സത്യങ്ങൾ, തെളിവുകൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇൻ ദ കേസ് ഓഫ് ഗോണ്ടനാമോ, ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ were retained over 3 years without charges and legal representations. ഗോണ്ടനാമോയിലൊക്കെ സംഭവിച്ചത് എന്താണ്? 100 കണക്കിന് ആളുകളെ അവർ റീറ്റെയിൻ ചെയ്ത് പിടിച്ച് കെട്ടിയിട്ടു. ഏതാണ്ട് 3 വർഷത്തോളം ഒരു ചാർജും ഒരു ലീഗലായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഒന്നും ഇല്ലാതെ അവർ ചെയ്തു. നമ്മൾ വളർന്നു വന്നപ്പോഴൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അവിടെയുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പ്സിനെ കുറിച്ച്, അവരുടെ ജയിൽസിനെ കുറിച്ച്, അതിലുള്ള സിറ്റുവേഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. There was no explanation why did they do that.
അവരെന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ഇന്നും അവർക്കൊരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ തരാൻ പറ്റിയിട്ടില്ല. ദിസ് ഈസ് ഡിഫിയൻസ് ഓഫ് ജനീവ കൺവെൻഷൻ. ആക്ച്വലി ജനീവ കൺവെൻഷൻസിന് എതിരാണിത്. എന്താണ് ജനീവ കൺവെൻഷൻ? വാറിൽ എൻഗേജ് ചെയ്യുന്ന കൺട്രീസ് നിർബന്ധമായിട്ടും മെയിൻറ്റെയിൻ ചെയ്തിരിക്കേണ്ട 4 ട്രീറ്റൈസ് ഉണ്ട്. 4 treaties to show humanitarian concerns in a war that any country should maintain while engaged in war. എന്നാൽ ഈ ജനീവ കൺവെൻഷൻസിനെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തൂത്തെറിയുന്ന തരത്തിലായിരുന്നു US-ൻ്റെ ആക്ഷൻസ്. We should say to ourselves, we are not bothered about international community. This criminal outrage is committed by a country while declares itself to be the leader of free world. ഈ ഐറണിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും ക്രൂരമായ തരത്തിൽ ഇത്രയും വലിയ സിസ്റ്റമാറ്റിക്കായ ക്രിമിനൽ ഔട്ട്റേജ് നടത്തിയിട്ട് ഒരു കൺട്രി പറയുവാണ് ഞങ്ങളാണ് ഫ്രീ വേൾഡിൻ്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഡു വി തിങ്ക് അബൌട്ട് ദ ഇൻഹാബിറ്റൻസ് ഓഫ് ഗോണ്ടനാമോ ബേ? അവിടെയുള്ള ആളുകളെക്കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴേലും നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഹൗ ഷുഡ് മീഡിയ റെപ്രസെൻറ്റ് ദിസ് ഇഷ്യൂ? നമ്മളൊക്കെ ഡെയിലി ന്യൂസ് കാണുന്നവരാണ്, ന്യൂസ് പേപ്പർ വായിക്കുന്നവരാണ്. ദേ ഒക്കേഷണലി പോപ്പപ്പ് ഇൻ ദ മീഡിയ ആസ് എ സ്മോൾ ഐറ്റം ഇൻ പേജ് 6. 6th പേജിലൊക്കെ വളരെ ചെറിയ രീതിയിൽ പോപ്പപ്പായിട്ട് കിടക്കുന്ന ന്യൂസായിട്ട് മാത്രം ഈ ഗോണ്ടനാമോ ഇഷ്യൂ മാറിപ്പോയി. നോ വൺ ടോക്സ് അബൌട്ട് ഇറ്റ്. ആക്ച്വലി ഇത് ഫ്രണ്ട് പേജിൽ വരേണ്ടതാണ്, ക്യാമ്പയിൻ നടക്കേണ്ടതാണ്. ബട്ട് നോ വൺ ഇസ് ടോക്ക് അബൌട്ട് ദിസ്. ആർക്കും അതിനെതിരെ സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇറ്റ് ഈസ് ലൈക്ക് നോ മാൻസ് ലാൻഡ്. ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യാത്ത, നോ മാൻസ് ലാൻഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും എക്സിസ്റ്റ് ചെയ്തിരുന്നില്ല എന്നുള്ള കോൺസെപ്റ്റാണ്. ഗോണ്ടനാമോ ഡസൻറ്റ് എക്സിസ്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് മാറിപ്പോയി. They are in a no man's land and many of them are on hunger strike, being forced fed by American soldiers. അവരെ പുറത്തോട്ട് കൊണ്ടുവരാൻ ആരും ശ്രമിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ മറ്റുള്ള രാജ്യങ്ങളോ മറ്റുള്ള ആളുകളോ ഒന്നും അവരുടെ സഹായത്തിന് എത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ അറ്റ് ലാസ്റ്റ് അവർ ഹങ്കർ സ്ട്രൈക്ക് ചെയ്തു. എന്നാൽ അതിനെതിരെ അമേരിക്കൻ സോൾജേഴ്സ് ചെയ്തത് എന്താ? ഫോഴ്സ് ഫെഡ് ചെയ്യിപ്പിച്ചു. എന്താ ഫോഴ്സ് ഫെഡ്? ഫ്ലൂയിഡ് ഈസ് ഗിവൺ ത്രൂ നോസ്. ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ ഫ്ലൂയിഡ് ഈസ് ഗിവൺ ത്രൂ നോസ്. The people won't eat, then are force fed. Force feeding is done just by sticking a tube into your nose and into your throat without sedation and anesthesia. എങ്ങനെയാണ് ഈ ഫോഴ്സ് ഫീഡിങ് ചെയ്യുന്നത്? നോസിലേക്കോ ത്രോട്ടിലൂടെയോ ഒക്കെ ട്യൂബ് ഇടുകയാണ്. അവിടെയൊക്കെ കട്ട് ചെയ്ത് യാതൊരു തരത്തിലുള്ള മെഡിക്കേഷനും പ്രൊവൈഡ് ചെയ്യാതെ, സെഡേഷനോ അനസ്തേഷ്യോ ഒന്നും പ്രൊവൈഡ് ചെയ്യാതെ ത്രോട്ടിലൂടെയും നോസിലൂടെയും ഒക്കെ ട്യൂബ് കയറ്റിയിട്ട് ഫ്ലൂയിഡ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഫോഴ്സ് ഫീഡിങ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ഡോണ്ട് ഗിവ് എനി ടൈപ്പ് ഓഫ് മെഡിക്കേഷൻ ആൻഡ് ആസ് എ റിസൾട്ട് പീപ്പിൾ സ്പിറ്റ് ബ്ലഡ്. Think of how cruelly America tortured the people of Guantanamo. This is just torture, and British Prime Minister and Foreign Secretary has said nothing about this. They never reacted upon this. ഈ ഒരു കേസ് വളരെ ക്രൂവലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിലും ബ്രിട്ടീഷിൻ്റെ പ്രൈം മിനിസ്റ്റർ ഒന്നും പ്രതികരിച്ചില്ല. This was because, എന്താ ഇതിൻ്റെ കാരണം? US told that whoever reacted into what was happening in Guantanamo was an unfriendly act. ഏത് നേഷനാണോ ഗോണ്ടനാമോയിൽ നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ US-നെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത്, അതിനെ അൺഫ്രണ്ട്ലി ആക്ഷനായിട്ട് മാത്രമാണ് US എടുക്കുക. ആൻഡ് ഡോണ്ട് ക്രിട്ടിസൈസ് അസ് എന്നുള്ള ഒരു വാർണിംഗ് അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അത് കാരണമാണ് ആരും പ്രതികരിക്കാതിരുന്നത്. ദിസ് വാസ് വൈ ടോണി ബ്ലെയർ ഡിഡ് നോട്ട് സ്പീക്ക് അപ്പ്. ഹി കെപ്റ്റ് ക്വയറ്റ് ഡ്യൂറിങ് ദിസ് പ്രോസസ്. ഈവൻ ഇൻ ദ കേസ് ഓഫ് ഇറാഖ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഇറാഖിൻ്റെ കേസ് തന്നെ ഒന്നുകൂടെ അനലൈസ് ചെയ്ത് നോക്കാം. ദ ഇൻവേഷൻ ഓഫ് ഇറാഖ് വാസ് എ ബാൻഡിക്റ്റ് ആക്ട്.
ഇറാഖിനെ പിടിച്ചടക്കിയത് വളരെ ബാൻഡിക്റ്റായിട്ട് കൊള്ളയടിച്ചുകൊണ്ടാണ്. an act of blatant terrorism which showed extreme contempt of international law. ഇൻ്റർനാഷണൽ ലോക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ്, ഇറ്റ് വാസ് എഗെയിൻസ്റ്റ് ഇൻ്റർനാഷണൽ ലോ, അതിനെതിരായിട്ടാണ് ഇറാഖിനെ അവർ പിടിച്ചടക്കിയത്. ആക്ച്വലി ദ മിലിറ്ററി ആക്ഷൻ വാസ് ഇനീഷ്യേറ്റഡ് ബൈ അൺഫോൾഡിങ് എ സീരീസ് ഓഫ് ലൈസ്. ഒരുപാട് കള്ളത്തരങ്ങൾ അവിടെ പറഞ്ഞു പരത്തിക്കൊണ്ടാണ് ഇവിടെ മിലിറ്ററി ആക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് അവർ ഇനീഷ്യേറ്റ് ചെയ്തത്. നമ്മൾ കണ്ടതാണ്. അവർ ലോകത്തിനെ തെറ്റിദ്ധരിപ്പിച്ചതൊക്കെ ഏത് തരത്തിലുള്ള ലൈസ് പ്രചരിപ്പിച്ചുകൊണ്ടാണ് എന്നുള്ളത്. ആൻഡ് ഗ്രോസ് മാനിപ്പുലേഷൻ ഓഫ് മീഡിയ. വൈ ഡിഡ് ദേ ഡു ലൈക്ക് ദിസ്? എന്തിനാണ് അവരത് ചെയ്തത്? നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരേ ഒരു ഉത്തരം, ആക്ച്വലി ദിസ് വാസ് ടു കൺസോളിഡേറ്റ് മിലിറ്ററി ആൻഡ് ഇക്കണോമിക് കൺട്രോൾ ഓഫ് മിഡിൽ ഈസ്റ്റ്. മിഡിൽ ഈസ്റ്റിനെ എല്ലാ തരത്തിലും കൺട്രോൾ ചെയ്യാനുള്ളൊരു പവർ കിട്ടാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. ദേ യൂസ്ഡ് ഓർ ബൈ ബ്രിങ്ങിങ് ബോംബ്സ്, depleted uranium, innumerable random murders, misery, degradation and death to Iraqi people, and call it bringing freedom and democracy to the Middle East. ഒരുപാട് തരത്തിലുള്ള ബോംബ്സ്, യുറേനിയം, റാൻഡം മേർഡേഴ്സ്, മിസറി, ഡീഗ്രഡേഷൻ, ഇങ്ങനെ തുടങ്ങിയിട്ട് കഷ്ടപ്പാടുകൾ മാത്രം ജനങ്ങൾക്ക് കൊടുക്കുക, ക്രൂരതകൾ മാത്രം രാജ്യത്തിന് സമ്മാനിച്ചുകൊണ്ട് അവരെ എത്രത്തോളം പിഴിഞ്ഞെടുക്കാൻ പറ്റുമോ അത്രത്തോളം അവരെ ഫ്ലറിഷ്നെസ്സൊക്കെ ഇല്ലായ്മ ചെയ്തതിന് ശേഷം അവരെ തന്നെ വിളിക്കുകയാണ്. നമ്മളോട് പറയുകയാണ്, ബ്രിങ്ങിങ് ഫ്രീഡം ആൻഡ് ഡെമോക്രസി ടു ദ മിഡിൽ ഈസ്റ്റ്. ഇറാഖിനോട് ഇത്രയും ക്രൂരത അഴിച്ചുവിട്ടതിന് ശേഷം ദേ ആർ ജസ്റ്റിഫൈയിങ് ദംസെൽവ്സ് ആസ് ബ്രിങ്ങിങ് ഫ്രീഡം ആൻഡ് ഡെമോക്രസി ടു ദ മിഡിൽ ഈസ്റ്റ്. These are the things we should remember in this session of the chapter. The actions of America, especially Middle East and Nicaragua, and how they called them the leaders of freedom. I hope it's clear for you. The remaining part will be seen in the next class. Thank you so much.